ആശുപത്രി വന്നു നമ്മുടെ രോഗീനെ കണ്ടിട്ട് വരും. രോഗീനെ കണ്ടിട്ട് അയ്യോ നമ്മുടെ രോഗിക്ക് ജീവനില്ല ഗായ്സ്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം കുറെ ബഗ്ഗല്ലേ ആയിട്ട് നേരെ ഡയറക്റ്റിന്റെ വണ്ടീന്റെയും ലൂക്കിന്റെയും കാറിന്റെ ഒക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന പേജേ അടിച്ചുപോയി. ആയിട്ട് തീരുന്നില്ലല്ലോ. സ്പീഡാക്കട്ടെ, അതാ സ്പീഡാക്കട്ടെ. ഇതെന്താടി കാണിക്കുന്നേ? രോഗിക്ക് രോഗം കൂടിയാ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ടൈറ്റിലും തമ്പനയിൽ കണ്ടുപോലെ അനിയത്തിൻ്റെ ഒരു അവസ്ഥ നിലയിലാണ്. അനിയത്തിക്കുന്നത് രാത്രി മുതൽ ഭയങ്കരമായിട്ട് ഛർദി, ആകെ സീന്. എന്നെ രാത്രി മുതലേ വിളിക്കുന്നതാണ് പോവാം, ആശുപത്രിയിൽ പോവാം. ആക്ച്വലി വണ്ടിയിൽ ഒട്ടും പെട്രോൾ ഇല്ലായിരുന്നു, പിന്നെ രാത്രി കൂടെ പമ്പും ഇല്ലായിരുന്നു. അങ്ങനെ എന്നെ ഒരു വിധത്തിൽ അമ്മ വിളിച്ചനുഭവിച്ചു. ഇപ്പം നമ്മൾ ആശുപത്രിയിൽ പോവാണ്, അവരിപ്പോൾ വരും. നേരത്തെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. എന്തെങ്കിലുമൊക്കെയോ അമ്മ എനിക്ക് സമാധാനം തരുന്നില്ല. ഇപ്പോഴത്തെ പണി ഛർദിയൊക്കെ ഭയങ്കര സീനാടാ. പോയി നോക്കാം നമുക്ക് കേട്ടാ. കൂത്തുറം വരെ പോകണം. അപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇക്കുറുമാമൻ. കാണുമ്പോഴുള്ള ക്യൂട്ട്നെസ്സേ ഉള്ളൂ, ആള് വൺ ടെററാട്ടോ. എന്നും കാണുന്ന എന്നെ തന്നെയാണ് ഈ കുറച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വണ്ടിയൊന്ന് സ്റ്റാർട്ടാക്കാം. സ്റ്റാർട്ടാവൂലേ? അയ്യോ എടാ ഞാനാടാ. എന്തിനാടാ എന്നെ കണ്ടിട്ട് നീ വണ്ടി വെച്ചപ്പാടാക്കുന്നത്? സോ വണ്ടി ഓണായിട്ടുണ്ട്. നമുക്ക് എക്സോസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ സാധാ സൗണ്ടേ, എക്സോസ്റ്റ് സൗണ്ട് എങ്ങനെയുണ്ട് മക്കളെ? അപ്പൊ നമുക്ക് അവരിപ്പോ വരും. നമുക്കിങ്ങനെ വണ്ടി ഇങ്ങനെ എടുക്കാം. വളയട്ടെ നൂരട്ടെ. അയ്യോ ഇടിക്കില്ലേ വണ്ടി. ഓക്കെ ഗായ്സ്, ഇനി അവര് വന്ന് നമുക്ക് നേരെ പോവാം. എനിവേ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ സത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. അതായത് വ്ളോഗെല്ലാം സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഫുൾ സെറ്റായ ടൈമിലാണ് പൈസക്ക് കുറച്ച് അത്യാവശ്യം വന്നപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഇത് അപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ അതിട്ടതിന് ശേഷം പെട്ടെന്ന് ചാനൽ സ്ട്രൈക്ക് വന്നു. അതായത് റമ്മീനെ പറ്റി ആയതുകൊണ്ട് അത് സ്ട്രൈക്ക് വരും. പിന്നെ ഒന്നൊന്നര ആഴ്ചത്തേക്കിനും വീഡിയോസ് ഇടാൻ പറ്റില്ല എന്നാണ് ചാനൽ സീനായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്ന ഇപ്പോൾ സ്ട്രൈക്ക് ഉണ്ട്. സ്ട്രൈക്കൊക്കെ മാറുവാണെങ്കിൽ വ്ളോഗ് ഇടും. എന്നല്ലെങ്കിൽ ഒന്ന് വേറൊരു പ്രശ്നം. പക്ഷേ ഗൈസ്, നമ്മൾ അതിജീവിക്കും. ഏത് എന്തിനാണ് ഇപ്പം ഇങ്ങനെ നോക്കുന്നത്? കടിക്കോ? പാവം ചെക്കന്മാരാട്ടോ, നല്ല പിള്ളേരെല്ലാവരും. അപ്പോൾ നമുക്ക് അവർ വന്നിട്ട് അവരെ കൂട്ടി. അങ്ങനെ നമ്മൾ കുറേ പിള്ളേരെ കാണുന്നത്. എൻ്റെ അമ്മയും അവൾ ആടി തൂങ്ങി വരുന്നുണ്ട്. അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല, ഫുൾ കൂളിംഗ് ആണ്. പക്ഷെ നമുക്ക് അവളെ കാണാൻ പറ്റും. അവളുടെ മുഖം കണ്ടോ? അവൾ ക്ഷീണിച്ചിട്ടാണ് സുഹൃത്തുക്കളെ. ഓക്കെ എന്തൊക്കെ ഇവിടെ കിടന്നോളാം. അങ്ങനെ ആശുപത്രി എത്തി. അവരിറങ്ങിപ്പോ സുഹൃത്തുക്കളെ. പുത്തുറമെത്തി. അതെ അവശയായി ഗായ്സ്. പോട്ട്. നമുക്കിനി വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം, അതാണ് മെയിൻ ടാസ്ക്. സോ വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കട്ടെ. പെണ്ണിന് വൻ വിഷയമാണ്. ഞാനത്ര ശ്രദ്ധിച്ചില്ല എന്നല്ല, പാതിരാത്രി എണീറ്റ് പോണം എന്ന് പറഞ്ഞാൽ എണ്ണ അടിക്കാൻ പമ്പ് വേണ്ടേ? സ്കൂട്ടി അല്ലല്ലോ. ഇവിടെ വണ്ടി വെക്കുക സുഹൃത്തുക്കളെ. ആശുപത്രി വന്നു. നമുക്ക് നമ്മുടെ രോഗീനെ കണ്ടിട്ട് വരും. രോഗിക്ക് എങ്ങനെയുണ്ട്? ആശുപത്രികളിലൂടെ പോകാം. രോഗീനെ കണ്ടിട്ട് അയ്യോ നമ്മുടെ രോഗിക്ക് ജീവനില്ല ഗായ്സ്. ചിരിക്കില്ല. നമ്മുടെ രോഗി ഇവിടെ ഉണ്ട്. എന്ത് സെറ്റപ്പ് ആരെ. അപ്പൊ അവക്കെന്തോ ഗ്ലൂക്കോസ് ഇട്ട് വെച്ചേക്കാണ്. ഞാൻ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കട്ട, എന്താന്ന് നോക്കാം. അപ്പൊ ചെറിയ പനികളും ഇതൊക്കെ വരുമ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ വരിക, എല്ലാവരും സെറ്റാകുക, അല്ലെങ്കിൽ ഇതെങ്ങനെ കിടക്കേണ്ടി വരും. പിന്നെ ഇതൊന്നും ഒട്ടും ഭക്ഷണം കഴിക്കാത്ത കൂട്ടത്തിലാണ്. പ്രതിരോധ ശേഷിയൊന്നുമില്ല, അതുകൊണ്ടാണ് തൊട്ടാലും പിടിച്ചാൽ ഇങ്ങനെയൊക്കെ വരുന്നത്. നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഹെൽത്തി ആക്കിയിരിക്കും. ഇങ്ങനെ രോഗിനെ കണ്ടത് നേഴ്സുമാർ. രോഗിക്ക് എന്താ പറയാനുള്ളേ? ഇഞ്ചക്ഷൻ അടിച്ചാ തുളച്ച്? അയ്യോ രോഗീനെ തുളച്ച് രോഗീനെ. അയ്യോ എന്താ ഇത് എത്ര ആയാലും തീരുന്നില്ല. തീർന്നിട്ടേ പോകാൻ പറ്റും. അവിടെ തിരിച്ചിരിക്കുക.
എന്താണ് പറ്റിയത്, പെണ്ണിന് എന്താ പറ്റിയെന്ന് അമ്മ എന്ന് 2 വാക്ക് പറയും. അമ്മയോട് ചോദിച്ചു നോക്കാം. പെണ്ണിന് പറ്റിയത് പ്രഷർ കുറഞ്ഞു പോയി. പ്രഷർ കുറഞ്ഞു പോയി. പെണ്ണ് രാത്രിക്ക് ഉറങ്ങാതെ ഇരുന്നിട്ട് പഠിത്തോ. പോവാ അവിടെ നിന്ന്. ഇനി അത് തീരുന്നവരെ 6 മണിക്കൂർ എങ്ങാനും ഇരിക്കണം. എന്റെ അവസ്ഥ അതെന്തുകൊണ്ടാന്നറിയാം അവൾ ഉറങ്ങാതിരിക്കാൻ കാരണം ഇവന് ഫുൾ A+ വാങ്ങിയാൽ ഐഫോൺ വാങ്ങി കൊടുക്കുന്നത്. ഐഫോൺ +2 ഫുൾ A+ മേടിച്ചു കൊടുക്കുന്ന ഉറങ്ങാതിരുന്ന് പഠിക്കുമായിരുന്നു. കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച് പ്രഷർ കുറഞ്ഞു. ഇനി എത്ര വയസ്സത്തികൾക്ക് കുറയുന്ന പ്രശ്നമാണ് ഈ പ്രഷർ കുറയല്. അപ്പാണ് നിനക്കത് കുറഞ്ഞു. എന്തായാലും കുറഞ്ഞില്ലേ? സോ എല്ലാം തീർത്തിട്ട് നമുക്ക് പോവാ. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് പോലും ഇതുവരെ ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടില്ല. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ ആർക്കും വന്നില്ല. ഞാൻ എന്റെ ഇതുവരെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ട്രിപ്പ് ഇട്ടിരുന്നു ഞാൻ കാണുന്നില്ലല്ലോ. ഒരാൾ പോലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇതുവരെ കിടക്കേണ്ട വന്നില്ല. അതായത് അങ്ങനെ വരലൊന്നും ഇല്ല. വന്നാലും അങ്ങ് പോകും. ഇത് ഇവള് വിളിച്ചു വരുത്തിയതാണ്. തിന്നൂല, കുടിക്കൂല, ഉറങ്ങൂല. ഐഫോൺ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പുറത്തെത്തിട്ട് കാണാനായിട്ട് തീരുന്നില്ലല്ലോ. സ്പീഡാക്കട്ടെ. സ്പീഡാക്കട്ടെ. സ്പീഡാക്കെ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഉള്ളിൽ കയറി മരിച്ചു എന്നല്ലേ ഉള്ളൂ. തീർന്നില്ലല്ലോ. താഴത്തില്ലടാ. കേറ്റിയിരിക്കാണ്. ഇത് ഷോക്ക് അടിപ്പിക്കും കേട്ടോ. ഷോക്ക് അടിപ്പിക്കല്ലേ മീൻ. ഇപ്പൊ സ്വിച്ച് ഓൺ ആക്കിയ പടപടയെന്ന് അടിക്കും. അതുമായി നമുക്ക് പോവാം അല്ലേ. രോഗിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് എന്തൊക്കെ ഓലാടി. ഇത് അമ്മ ഇത് എല്ലാത്തിനും മധുരം കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ ദേഷ്യത്തിലാട്ടോ. കുറച്ച് മധുരം കുറച്ച് കുടിച്ചാൽ മതി. അയ്യോ ചായ കുടിച്ചപ്പോൾ രോഗിനെ വീട്ടിലെത്തിക്കാം. ഒരു രസമില്ല, ഒരു സാധനം ഒരു രസമില്ലാത്ത സാധനം കേട്ടോ. അയ്യോ ഓരോ പപ്സൊക്കെ മേടിച്ചിട്ട് രോഗി കളഞ്ഞു. നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചായ ഇഷ്ടപ്പെട്ടില്ല. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു ഗുണമില്ല. തട്ടുകടയിൽ കയറിയാൽ മതി. സ്ഥലമൊന്നും ഏതാണെന്നും പറയാനില്ല. ഒരാൾക്ക് ഇത് ഉണ്ടാവണ്ടല്ലോ. ഗായ്സ് വൺ കോമഡി എന്താന്ന് വെച്ചാല് ഇന്നലെ എല്ലാരും പറഞ്ഞു എല്ലാവരും ഇൻസ്റ്റഗ്രാം അടിച്ചു. പക്ഷെ ഇൻസ്റ്റഗ്രാം ബഗ്ഗായി, മെസ്സേജ് പോകുന്നില്ല, ചാറ്റ് പോകുന്നില്ല. അതേ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, മെസ്സേജ് ഒന്നും പോകുന്നില്ല. അപ്പൊ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം പറയാൻ ബഗ്ഗല്ലേ ആയിട്ട്. നേരെ ഡയറക്റ്റിന്റെ വണ്ടീന്റെയും ഡ്യൂക്കിന്റെയും കാറിന്റെ ഒക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന പേജേ അടിച്ചുപോയി. ഞാൻ തുറന്നു നോക്കുമ്പോൾ പറയാം സസ്പെൻഡ് ആയിരുന്നു. ഞാൻ കയറാറ് പോലുമില്ല. എന്തെങ്കിലും പോസ്റ്റ് ഇടാനോ ആരെങ്കിലും മെൻഷൻ ചെയ്താൽ മാത്രം ആണ്ടിലേക്ക് കയറുന്ന വണ്ടീന്റെ പേജാണിത്. ഇത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കിട്ടൂല. 150 ദിവസമെല്ലാം പോയി എന്നൊക്കെ പറയുന്നത്. ഒന്നും ചെയ്യാത്ത കയറാത്ത പേജ്. ഇപ്പം എല്ലാവരും ശരിയായി തോന്നുന്നു. എല്ലാവരും ഇന്നലെ വാട്സാപ്പിൽ അടിച്ചു ചോദിച്ച് എല്ലാവരും എയറോപ്ലെയിൻ മോഡ് ഇട്ടിട്ടുണ്ടാവും, ഓഫാക്കി ഓണാക്കിയിട്ടുണ്ടാവും. എനിവേ നമുക്ക് നാട് പിടിക്കണം. ഏത് എക്സോസ്റ്റ് അടിക്കണോ? അപ്പോൾ ശരിയാ. എന്താടി കാണിക്കുന്നേ? രോഗിക്ക് രോഗം കൂടിയേട്ടാ. അങ്ങനെ നമ്മൾ രോഗിനെ കൊണ്ട് നേരെ വീട്ടിൽ പോവാണ്. അപ്പൊ വീട്ടിലെത്തിരി ജിമ്മിൽ പോണം. ആകെ ലേറ്റ് ആയി പോയി. അപ്പൊ എന്തായാലും നമുക്കിനി അവിടെ എത്തിരി ബാക്കി കാണാം. നമുക്ക് എന്താ പറയാനുള്ളേ? നമുക്കൊന്നും പറയാനില്ല. ഫുഡും കഴിക്കൂല, കുത്തിയിരുന്ന് ഓരോ നാക്കിക്കോണ്ട് കഴിച്ചെല്ലാം ഛർദിച്ചിട്ടല്ലേ. അപ്പൊ നമുക്ക് നേരെ ഇനി വീട് പിടിക്കാം. അങ്ങനെ പനിയാണോ അമ്മേ? പനിയില്ല, ബാക്കിയല്ല. ഛർദി എന്ന് മാത്രം പറയാം. അതെ. അപ്പൊ കേസ് എന്തായാലും കിടലും വീഡിയോ ഇനി വീണ്ടും വരാൻ ഫുൾ ആക്റ്റീവ് ആവാൻ പോകണം. കാര്യം ചാനലിന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചൊരു ഇത് വന്നത്. ഇനി മാക്സിമം നമ്മൾ ആക്റ്റീവ് ആക്കും. 10-12,000 രൂപ കൊടുത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മൈക്കെല്ലാം മേടിച്ച് ഫുൾ നമുക്ക് പവർ ആക്കാം. ട്രാഫിക് ആണ്. ബൈ.